ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും ഒരു പേടിയുടെ വക്കത്തൊക്കെ എത്തിയിരിക്കുകയാണ് എന്നെനിക്കറിയാം. കാരണം നമ്മൾ സ്കൂൾ തുറന്നപ്പോൾ കുറേ സമയമുണ്ട് ഓണപ്പരീക്ഷയ്ക്കെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇനി 30 ദിവസം തികച്ചില്ല നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക്. ഓഗസ്റ്റ് 18 ശേഷം ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. നിങ്ങളിൽ പലരും ഇപ്പോഴും സ്കൂൾ തുറന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ ഉണ്ടാവുക. ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. എന്താ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ള ബോധം പോലും നമുക്ക് ഉണ്ടാവില്ല അല്ലേ. പക്ഷെ നിങ്ങളൊക്കെ കുഞ്ഞു മക്കളല്ലേ, ഇതൊക്കെ വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങിയില്ല, ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ല എങ്കിൽ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾ വിചാരിച്ചൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളിങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ഇടും, നിങ്ങളുടെ അടുത്ത് പഠിക്കൂ എന്ന് പറയാറുണ്ടല്ലേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഡെയിലി വീഡിയോ ഇട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടാവുക. മക്കളെ, നിങ്ങൾ വിചാരിക്കും ഓണപ്പരീക്ഷയല്ലേ, ഇപ്പം എന്താ പബ്ലിക് എക്സാം ഒന്നും അല്ലല്ലോ, എന്തിപ്പോൾ ഇത്ര പഠിക്കാൻ. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷയാണ് അല്ലേ. സോ എല്ലാവരും, നിങ്ങളുടെ പാരൻസ് ആയാലും നിങ്ങളുടെ സിബ്ലിങ്സ് ആയാലും നിങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും ഈ ഒരു പരീക്ഷയുടെ മാർക്ക് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പഠനത്തെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് എന്നുള്ള രീതിയിൽ ഓണപ്പരീക്ഷ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ടീച്ചേഴ്സിന് പോലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ ആണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കും ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും എഴുതാൻ സാധിക്കും എന്ന കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ, ഓരോ ടോപ്പിക്കും ക്രിസ്റ്റൽ ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഓണപ്പരീക്ഷയ്ക്ക് നമ്മൾ തോൽക്കാനുള്ള സാധ്യത ദൂരെയല്ല. അപ്പോൾ എന്താണ് അതിന് ചെയ്യാൻ സാധിക്കുക? നിങ്ങളിങ്ങനെ ഓരോ ദിവസം വീഡിയോ കാണുമ്പോഴും വിചാരിക്കും, നാളെ തൊട്ട് ഞാൻ എന്തായാലും പഠിക്കും. പക്ഷെ അതിങ്ങനെ നാളെ നീളെ എന്ന് പറഞ്ഞ് നീണ്ടു പോകുന്നതേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുക, നാളെ തൊട്ടല്ല ഇന്ന് മുതൽ തന്നെ ഞാൻ പഠിച്ചു തുടങ്ങും. ഇനി ഒരിക്കലും ഞാൻ ലാഗാക്കി വെക്കാൻ പോകുന്നില്ല, നീട്ടി വെക്കാൻ പോകുന്നില്ല. ഇന്ന് മുതൽ തന്നെ ഞാൻ പഠിച്ചു തുടങ്ങും എന്ന തീരുമാനം നിങ്ങളെല്ലാവരും മനസ്സിലെടുക്കുക. ഇനി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓരോ ടോപ്പിക്കും ഫ്രം റൂട്ട് ഇറ്റ് സെൽഫ്, ഏറ്റവും ബേസ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഇനി ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിലും ശരി, ഈ ഓൾറെഡി പഠിച്ചു വെച്ചവർക്ക് ഇനി റിവൈസ് ചെയ്യാനുള്ള ടൈം കൂടിയാണ് അല്ലേ. സോ നിങ്ങൾ ഇനി ഓൾറെഡി പഠിച്ചു വെച്ചവരാണെങ്കിലും ശരി, ഇനി ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും ശരി, നിങ്ങൾ ഓരോ ടോപ്പിക്ക് വായിക്കുമ്പോഴും അത് ബേസ് മുതൽക്കേ തന്നെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇനി അതോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്ക് ചെയ്യുമ്പോഴും ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പരമാവധി ചോദ്യങ്ങൾ എൻ്റെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ വെറുതെ ടോപ്പിക്ക് മാത്രം വായിച്ച് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അതിനെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ, അതിനെ ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്കും കൂടെ നമ്മൾ എത്തിച്ചാൽ മാത്രമേ ആ ടോപ്പിക്ക് കൃത്യമായി മനസ്സിലായി, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നാലും എനിക്ക് എഴുതാൻ സാധിക്കും എന്ന കോൺഫിഡൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മക്കളെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് ഇനി നമുക്ക് ഫുൾ മാർക്ക് നേടാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇനി 30ഓളം വരുന്ന ദിവസങ്ങളുണ്ട്. അത് കൃത്യമായി പ്ലാൻ ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് തന്നെയാണ് ഇതിനുള്ളൊരു വഴിയല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷനോ കുറവുണ്ടാവും. അപ്പം നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ ഒരാൾ വേണ്ടി വരും. ഇനി ഓരോ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ ഒരാളുടെ സപ്പോർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായി വരും. നിങ്ങൾക്ക് പഠിക്കുന്നതിനായി കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തരാൻ ഒരാളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി വരും. ഇനി അതല്ല, പഠിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് പറഞ്ഞു തരാൻ, അതുമല്ല എങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, ഇനി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് പറഞ്ഞു തരാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരാളുടെ ആവശ്യം നിങ്ങൾക്ക് വേണ്ടി വരും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിഞ്ച ബാച്ചിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓണപ്പരീക്ഷയുടെ അടുത്ത് തന്നെ ഉടൻ തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് വന്നാൽ തുടക്കം മുതൽ തന്നെ നിങ്ങളെ പഠിപ്പിച്ച് ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റാക്കി തരും ഞങ്ങൾ ഓരോരുത്തരും. അപ്പോൾ മക്കളെ, ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇനിയും നമ്മുടെ മുൻപിൽ സമയമുണ്ട്. പക്ഷേ നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ നമ്മുടെ മുമ്പിൽ സമയം ഉണ്ടാവില്ല. ഇന്നു മുതൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങുക. നമുക്ക് ഒന്നിച്ച് പഠിച്ച് നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് തന്നെ നേടണം. അപ്പം നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നിഞ്ച ബാച്ചിലേക്ക് വന്നാൽ മതി. നിഞ്ച ബാച്ചിൽ നിങ്ങളെ കാത്ത് ഞാനുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.